പ്രൈസ് ലോർഡ്. ഇന്ന് നമ്മൾ 4-ാം ഡയബറ്റീസിൻ്റെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഞാൻ ഇതിനു മുമ്പ് ഡയബറ്റീസ് എന്തുകൊണ്ട് വരുന്നു, ഡയബറ്റീസിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ, അതുപോലെ ഡയബറ്റീസിനെ എക്സസൈസ് കൊണ്ട് നേരിടാനായിട്ട് പറ്റും, അതുപോലെ ഡയബറ്റീസ് ചില ഓർഗൻസിനെ അഫക്റ്റ് ചെയ്യും, കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് എൻ്റെ മുമ്പിൽ ഒരു സാധാരണ മനുഷ്യന് എങ്ങനെ ഈ ഡയബറ്റീസുമായിട്ടും സാധാരണ ആഹാരവുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനായിട്ട് പറ്റും എന്ന് ഉള്ളതിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ബഹുമാനപ്പെട്ട എന്നെ കേൾക്കുന്ന എല്ലാ ഡയബറ്റീസ് രോഗികൾക്കും അല്ലാത്തവർക്കും ഞാൻ സ്വാഗതവും നന്ദിയും പറഞ്ഞുകൊണ്ട് ഇത് തുടങ്ങുകയാണ്. ഞാൻ ഒരു കൺസൾട്ടൻറ്റ് സർജനായിട്ടും പ്രാക്ടീഷണറായിട്ടും കൊട്ടാരക്കര കോടതിക്കടുത്ത് പ്രയർ ക്ലിനിക് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. അവിടെ വരുന്ന രോഗികൾ എല്ലാവരും പലരും സൗഖ്യം പ്രാപിച്ചുകൊണ്ട് ഇവിടെ വീണ്ടും കടന്നു വരുവാനായിട്ട് കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ മുമ്പിലുള്ളതായിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഡയബറ്റീസ് ഒരു സാധാരണ മീൽസുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെട്ടു പോകാം എന്നതിനെ കുറിച്ചാണ്. അതായത് ഒരാൾ ഡയബറ്റിക് ആണെന്ന് പറയുമ്പോഴത്തേക്ക് ചില ആൾക്കാർ അങ്ങ് വേർത്തൊലിച്ച് അത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞ് മനസ്സിൽ വല്ലാത്തൊരു കലുഷിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. പക്ഷെ HbA1c എന്ന് പറയുന്നതായിട്ടുള്ള നിങ്ങളുടെ 3 മാസത്തെ ഡയബറ്റീസിന്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 6-നും 7-നും മധ്യ, അല്ലെങ്കിൽ നിങ്ങൾ 7-ന് മുകളിലാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ 3 മാസമായിട്ട് ഡയബറ്റിക് ആയിരുന്നു എന്നാണ് ഇതിനർത്ഥം. പക്ഷെ അതിനിപ്പം വേർത്തൊലിക്കേണ്ട കാര്യമല്ല. യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യമായിട്ട് സമീപിച്ച് അതിനെ കൃത്യനിഷ്ഠയോടുകൂടെ നേരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡയബറ്റീസിന്റെ മേൽ ഒരു വിജയം കണ്ടെത്തുവാനായിട്ട് പറ്റും. ജീവിതത്തിൽ ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യുമ്പോൾ ജീവിതമെല്ലാം തകർന്നേ. പക്ഷെ ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം, നിങ്ങൾ മരുന്നുകൾ കഴിക്കാതെ നിങ്ങൾ നേരെ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അവസാനം നിങ്ങൾ ഭൂമിക്കൊരു ഭാരവും ഡയാലിസിസ് സെന്ററിന് ഒരു പേഷ്യന്റുമായി മാറും. അത് മനസ്സിലാക്കാതെ, ജീവിതത്തിന്റെ സത്യങ്ങളെ മനസ്സിലാക്കാതെ മുന്നോട്ട് കടന്നു പോകരുത്. ഒരു ഭക്ഷണം എങ്ങനെ ക്രമീകരിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഞാനിപ്പോൾ പറയാനായിട്ട് പോവുകയാണ്. അതായത് ഒരു സാധാരണ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു ചായ കുടിക്കും. ഒരു ഡയബറ്റീസ് രോഗിക്കും ചായ കുടിക്കാം. പക്ഷെ നിങ്ങൾ കഴിയുന്നത്ര പഞ്ചാര ഇടാതെ കുടിക്കണം. ഈ സ്വീറ്റെക്സ് എന്നൊക്കെ പറഞ്ഞ ചില പ്രോട്ടീൻ ഉള്ള സ്വീറ്റിംഗ് ആയിട്ടുള്ള ഏജൻസികൾ ഉള്ളതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചായ കുടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ആവശ്യമില്ലാതെ ഡയബറ്റീസിനെ കുറിച്ചുള്ള ഭീതി നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയണം. രണ്ടാമത്, നിങ്ങൾക്ക് രാവിലെ നിങ്ങൾക്കിപ്പോൾ പുട്ടും കടലയും കഴിക്കണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം അതിനകത്ത് സഹിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കപ്പ് പുട്ടിന് ഒരു കപ്പ് കടലയ്ക്ക് ഒരു അല്പം പുട്ട് എന്ന് വെച്ചാൽ 1:1 റേഷ്യോയിൽ നിങ്ങൾ അത് എടുക്കണം. അതുപോലെ നിങ്ങൾ ഉപ്പുമാവ് കഴിക്കുകയാണെങ്കിൽ ഉപ്പുമാവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പഴം എടുക്കാം. ഒരു 4 പഴം കഴിക്കരുത്. പക്ഷെ ഒരു പഴവും അല്പം പയറുകറിയോ മറ്റേ എണ്ണയിൽ ഉലത്താത്ത പയറുകറിയോ കഴിക്കാം. അതുപോലെ വീറ്റ് ബ്രെഡ്, ജീവിതമെല്ലാം നശിച്ചു എന്ന് വിചാരിക്കാതെ അത് ഭക്ഷണ ക്രമീകരിക്കുക. അതുപോലെ നമ്മൾ ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ ചപ്പാത്തി 2-3 കഴിച്ചിട്ട് അതിൻ്റെ കൂടെ പയറുകറിയോ അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡോ അല്ലെങ്കിൽ വെജിറ്റബിൾ കറിയോ നമുക്ക് തേങ്ങ ഇല്ലാതെ തന്നെ കഴിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇപ്പം ദോശ കൊണ്ടുള്ള ദോശയപ്പം ആണെങ്കിലും ദോശയപ്പം കഴിക്കാവുന്നതാണ്. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീറ്റ് ബ്രെഡ്, അതായത് മൈദ അല്ലാത്ത ബ്രെഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതായത് വീറ്റ് ബ്രെഡ് എന്ന് പറയും. അതിന്
സാധാരണ ബ്രെഡിനെക്കാട്ടിൽ കുറച്ച് വില കൂടുതലാണ്. എന്നാൽ ഈ വീറ്റ് ബ്രെഡ് നമ്മൾ കഴിക്കാം. അത് പുഴുങ്ങിയിട്ട് അത് ആവി കയറ്റിയിട്ട് നല്ല രുചിയോടുകൂടി തന്നെ നിങ്ങൾക്ക് കഴിക്കുവാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ മൈദയുടെ അംശം കുറച്ചിട്ട് നിങ്ങൾ വീറ്റിൻ്റെ അംശം കൂട്ടുകയാണ്. അന്നജം ഇത് ഒരുപോലെ 5% വ്യത്യാസം മാത്രമേ ഉള്ളൂ എങ്കിലും നമ്മൾ വീറ്റ് ആകുമ്പോൾ കൂടുതൽ കഴിക്കത്തില്ല. അപ്പോൾ രാവിലത്തെ പ്രഭാത ഭക്ഷണം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ക്രമം ചെയ്യാം. ആഴ്ചയിൽ ഒരിക്കലും ഒരു മുട്ട കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എങ്കിലും മഞ്ഞക്കുരു നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം മഞ്ഞക്കുരു എന്ന് പറയുന്നത് അതിനകത്ത് കൊളസ്ട്രോൾ ഒരുപാടുള്ള ഒരു സാധനമാണ്. അതുപോലെ 11 മണിയാകുമ്പോൾ നിങ്ങൾക്ക് സാലഡ്, അതായത് കുക്കുംബർ സാലഡ്, അതുപോലെ തക്കാളി സാലഡ്, അങ്ങനെയുള്ള സാലഡ്, വെജിറ്റബിൾ സാലഡ് നിങ്ങൾ ചേർത്ത് കഴിക്കുന്നതിൽ യാതൊരു അപാകതയുമില്ല. അത് നിങ്ങളുടെ വയറിൻ്റെ വിശപ്പ് തടയുകയും എന്നാൽ ഉച്ചയ്ക്കുള്ള വിശപ്പുകളെ വളരെ കുറയ്ക്കുകയും ചെയ്യും. ഉച്ചയ്ക്ക് നിങ്ങൾക്ക് 1 കപ്പോ 1.5 കപ്പോ ചോറ്, അതിൻ്റെ കൂടെ കുറച്ച് ലീഫി വെജിറ്റബിൾസ്, വെജിറ്റേറിയൻ ഡയറ്റ്, അല്ലെങ്കിൽ 1 കഷ്ണം മീന്, ചെറിയ മീനുകൾ. ഈ വലിയ മീനുകളിലെല്ലാം കൊളസ്ട്രോളിൻ്റെ അംശങ്ങൾ കൂടുതലാണ്. എന്നാൽ നമ്മളിപ്പോൾ കൊളസ്ട്രോളിനെ കുറിച്ചല്ല പറയുന്നത്. എനിക്ക് പൂർണ്ണമായ ബോധമുണ്ട് എങ്കിലും വലിയ മീനുകളായിട്ടുള്ള നെയ്മീന്, ആവോലി, ചൂര, ഇതിനകത്തെല്ലാം കൊളസ്ട്രോൾ കണ്ടന്റ് കൂടുതലുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്കതങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ചെറിയ മീനുകളായിട്ടുള്ള നെത്തോലി, അതുപോലെ ഇങ്ങനെയുള്ള ചിക്കന് കഴിക്കാം, അതുപോലെ കാടയിറച്ചി കഴിക്കാം, അതുപോലെ നെത്തോലി, ചാള, ഇവയെല്ലാം നമുക്ക് കഴിക്കാവുന്നതാണ്. അത് കൂടുതലും വറുത്ത് കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കറി വെച്ച് നിങ്ങൾ കഴിക്കേണ്ടത് ആവശ്യമായിരിക്കണം. 4 മണിക്ക് ചായ കുടിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീറ്റക്സ് എന്ന് പറയുന്ന ടാബ്ലറ്റൊക്കെ അതിൻ്റെ കൂടെ ഇട്ടെന്ന് ടാബ്ലറ്റ് ഇട്ടിട്ട് കഴിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ പഞ്ചാര കുറച്ച് ശീലിച്ച ആൾക്കാർക്ക് വേണമെങ്കിൽ പഞ്ചാരയുടെ അംശം ഇല്ലാതെ തന്നെ ഈ ടീ അല്ലെങ്കിൽ കോഫി നിങ്ങൾക്ക് കഴിക്കാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ ഈ നിങ്ങളുടെ ശരീരം ക്ഷീണിക്കുന്നുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടും ഡീ പ്രോട്ടീൻ എന്ന് പറയുന്ന ചില പൗഡറുകൾ അവൈലബിൾ ആണ്. അതിനകത്ത് ഷുഗർ ഒട്ടുമില്ല. അതുപോലെ നിങ്ങൾക്ക് ഓട്സിനകത്ത് കൊളസ്ട്രോളും ഷുഗറും ഒന്നുമില്ല. അത് നിങ്ങളുടെ ശരീരത്തിന് ഉന്മേഷം കിട്ടും. അതുമാത്രമല്ല, നിങ്ങൾ ഈ കോക്കർ ഓട്സ് എന്നൊക്കെ പറയുന്ന ചില സാധനങ്ങളുണ്ട്. ഇന്നും വലിയ വിലയില്ല. ഒരു കോക്കർ ഓട്സിന് ഏതാണ്ട് 100-200 രൂപയുടെ വില മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് 1 ടീസ്പൂൺ രാവിലെയും വൈകിട്ടും നിങ്ങൾക്ക് തിളപ്പിച്ച് കഴിക്കാവുന്നതാണ്. എന്ന് വിചാരിച്ച് അമിതമായ ആഹാരം കഴിക്കണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. വൈകുന്നേരവും നിങ്ങൾ 2-3 ചപ്പാത്തിയും അതുപോലെ അതിൻ്റെ കൂടെ വെജിറ്റബിൾ കറിയും കഴിക്കാം. വൈകിട്ട് നിങ്ങൾക്ക് ഒരല്പം മീൻ കറി കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെറിയ മീൻ്റെ ഒരു കറിയോ അല്ലെങ്കിൽ മെത്തോലി തോരനോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധിക്കണം. കഴിയുന്നത്ര കൊക്കക്കോള മുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. കാരണം ചില ഡ്രിങ്ക്സിനകത്തും ഷുഗറുണ്ട്. കാർബണേറ്റഡ് ഡ്രിങ്ക്സിനകത്തൊക്കെ വളരെ ഷുഗറുണ്ട്. അതുപോലെ ഈ ചോക്ലേറ്റ് അതിനകത്തൊക്കെ കൊളസ്ട്രോളിൻ്റെ അംശങ്ങളുണ്ട്. എന്നാൽ ചെറിയ രീതിയിലുള്ള നട്ട്സ്, അതായത് ഗ്രൗണ്ട് നട്ട്സ് നിങ്ങൾക്ക് കഴിക്കാം. അതുപോലെ മറ്റേ കാഷ്യൂ നട്ട്സ് നിങ്ങൾക്ക് കഴിക്കാം. പക്ഷേ ഇതെല്ലാം എനർജി തരുന്നതാണ്. ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് ഒക്കെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി. ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ തൊലിയിരിച്ചാണ് ചിക്കൻ കഴിക്കുന്നത്. തൊലി വെച്ചുകൊണ്ട് നിങ്ങൾ വേവിക്കരുത്. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. കടയിൽ പോയി ആൾക്കാർ ഈ തൊലി ചെത്തി വെടുപ്പാക്കിയിട്ടാണ് കഴിക്കുന്നത്. അതിനകത്ത് കൊഴുപ്പിൻ്റെ അംശം അതിൻ്റെ സബ്ക്യൂട്ടേനിയസ് ഏരിയയിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഊരിക്കളഞ്ഞതാണ്. അതുപോലെ കാടയിറച്ചി, അത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സാധനമാണ്. അത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ചിക്കന് കഴിക്കാം, അതുപോലെ കാടയിറച്ചി കഴിക്കാം. ഇങ്ങനെ പല കാര്യങ്ങളും കഴിക്കാം. ചില ചോദിക്കാൻ നിങ്ങൾ തേങ്ങ എണ്ണ ഉപയോഗിക്കുന്നത് ശരിയാണോ? തെറ്റാണ്. കഴിഞ്ഞ അനേക കാലങ്ങളായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ അതിനകത്ത് കൊളസ്ട്രോളിൻ്റെ അംശം ഒരുപാടുണ്ട്. ഞാനിത് ഡയബറ്റീസിനെ കുറിച്ച് പറഞ്ഞ് കൊളസ്ട്രോളിലേക്ക് കയറുകയാണ് എന്ന് നിങ്ങൾക്കൊരു ധാരണ ആവരുത്. കൊളസ്ട്രോൾ പാം ഓയിൽ ആയിരുന്നാലും അത് വെളിച്ചെണ്ണ ആയിരുന്നാലും അതിനകത്ത് ഫാറ്റിൻ്റെ അംശം വളരെ കൂടുതലാണ്. എന്നാൽ നിങ്ങൾക്ക്
ഈ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം, തവിട് എണ്ണ ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള ചിലതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് വിശപ്പ് അധികമാണെന്ന് തോന്നായിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ഈ വീറ്റ് റൊട്ടി, വീറ്റ് ബ്രെഡ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ആ വീറ്റ് ബ്രെഡ് അല്പം ആവി കയറ്റി നിങ്ങൾ ചെറിയ സാലഡോടുകൂടി കഴിച്ചു കഴിഞ്ഞാൽ അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്. പിന്നെ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞ കുറേ ബിസ്ക്കറ്റ് കിട്ടും. എത്ര ഷുഗർ ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് മൈദയുടെ അംശവും ഒക്കെ ഉണ്ട്, കാർബോഹൈഡ്രേറ്റിന്റെ അംശമുണ്ട്. പക്ഷെ അത് തുലവും കുറവായിരിക്കും. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിൽ ഒരു പരിധി വരെ തെറ്റില്ല. നമ്മൾ പച്ചക്കറികൾ കൂടുതലായിട്ട് ഉപയോഗിക്കാം. പയറ്, വൻപയറ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ബീൻസ്, വള്ളിപ്പയറ്, അച്ചിങ്ങ പയറ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്ര വേണമെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ട് ഉപയോഗിക്കാം. പക്ഷെ എത്ര ടേസ്റ്റി ആയിട്ട് ഉപയോഗിക്കണമെങ്കിലും ഒരല്പം എണ്ണ ചേർക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ ജീവിതം നമ്മളെ നോക്കി കുഞ്ഞാണം കാട്ടി ഡയബറ്റീസിലേക്ക് നമ്മുടെ ജീവിതത്തെ തകർക്കാതിരിക്കാനായിട്ട് ഡയബറ്റീസിനെ നമുക്ക് നേരിടാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. ഈ സമയത്ത് നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളുമൊക്കെ നിങ്ങളോട് സഹകരിക്കുന്നവരുമായിരിക്കും. ഇതല്ലാത്തവർക്ക് വീട്ടിലൊരു സമാധാനം കാണത്തില്ല. അപ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉള്ളവരായിരിക്കണം നമ്മുടെ വീട്ടിൽ നമ്മളെ ശുശ്രൂഷിക്കാനായിട്ട് ഉള്ളത്. അങ്ങനെയാണ് മിക്ക വീടുകളിലും നമ്മുടെ ഭാരതത്തിലൊക്കെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ ബ്രിട്ടാനിയയ്ക്ക് ഒരു ഇതുണ്ട്, അത് പ്രത്യേക ബിസ്ക്കറ്റ് ഉണ്ട്. അവര് ഈ ഡയബറ്റീസുകാർക്ക് വേണ്ടതായിട്ടുള്ള ഒരു പ്രത്യേക ബിസ്ക്കറ്റ് ഒരുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. പിന്നെ കഴിയുന്നത്ര തേന്, പഞ്ചസാര, കൽക്കണ്ടം, ശർക്കര ഇവയെല്ലാം ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ്, നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന സമയത്ത് ഉണക്കമുന്തിരി, ഇങ്ങനെയുള്ള ഡേറ്റ്സ്, ഇങ്ങനെയുള്ള സാധനത്തിനകത്തെല്ലാം ഈ പഞ്ചാരയുടെ ഒരു അംശം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെയൊക്കെ വേണ്ടിച്ച് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ച് പട്ടിണി കിടന്ന് ഡയബറ്റീസിനെ നേരിടല്ല. പകരം അതിൻ്റെതായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വിജയകരമായി നമുക്ക് ഡയബറ്റീസ് എന്ന് പറയുന്ന അസുഖത്തെ നേരിടാം. അങ്ങനെ നേരിട്ട് നമ്മൾ നിയന്ത്രിച്ചാൽ നമ്മൾ മറ്റുള്ളവർക്കോ നമുക്കോ ഒരു ഭാരമായി തീരാതെ നമുക്ക് സൃഷ്ടകാലം നമുക്ക് സന്തോഷമായി ജീവിക്കാനായിട്ട് പറ്റും. അതിന് ദൈവം തമ്പുരാൻ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫോട്ടോഷൂട്ട് ചെയ്ത എൻ്റെ പ്രിയ മകൾ, മൂത്ത മകൾ, ഇപ്പോൾ BSc സുവോളജിക്ക് ജയിച്ചു. സാമ്യ മറിയത്തിനോടും അതുപോലെ കർത്താവായ ദൈവത്തോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് ഞാൻ മറ്റൊരു എപ്പിസോഡുമായിട്ട് വരുന്നത് വരെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ നമ്പറുകളിൽ വിളിച്ച് ചോദിക്കുക. എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നു. ഓക്കെ.